ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ഈ ആഴ്ചയില് കേൾക്കാൻ പോകുന്നത് എന്നെ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണ്. സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് നമ്മുടെയും സഭയുടെ ഒരു ദൗത്യമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് സുവിശേഷ പ്രഘോഷണം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ കുറച്ച് ധ്യാനിപ്പിക്കുന്ന വ്യക്തികള്, ധ്യാന ഗുരുക്കന്മാര്, അല്ലെങ്കിൽ സുവിശേഷം പറയാൻ അതിന്റെ മാത്രം നിയോഗിക്കപ്പെട്ട കുറച്ച് വ്യക്തികൾ എന്നൊക്കെയാണ്. ഞാൻ അങ്ങനെയാണ് ആദ്യം മുതലൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ക്ലാസ്സിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ആ ധാരണകളെയൊക്കെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് സഭയുടെ പ്രഥമ ദൗത്യമാണ്. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും സഭാ മക്കളാണ്, സഭയുടെ അംഗങ്ങളാണ്, നമ്മളാണ് സഭ. അങ്ങനെ സുവിശേഷ പ്രഘോഷണമാണ് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിലെ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച ശേഷം ആ ആത്മാവിലാൽ നയിക്കപ്പെട്ട സമൂഹം യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ അതിർത്തികൾ മുഴുവനും സാക്ഷികളായിരിക്കുമെന്ന് യേശു അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ, യേശുവിനെ കുറിച്ച് ജീവിതത്തിന് സാക്ഷിയായി ജീവിക്കുവാനും അത് പറയുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 28:18-19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാനായിട്ടാണ് യേശു അവിടെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. എല്ലാ ജനതകളും, അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ജനതകളെയും ശിഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു അവിടെ അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നുണ്ട്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞ യേശു മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ, എല്ലാ സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടിജാലകളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ. നമുക്ക് കാണാൻ സാധിക്കും, സകല ജനതകളോടും അപ്പസ്തോലന്മാര് ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിച്ചു. അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞ യേശുവിന്റെ ആ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധര്, അപ്പസ്തോലര് സൃഷ്ടിജാലങ്ങളോടൊക്കെ സുവിശേഷം പ്രഘോഷിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ അന്തോണിസും ഒക്കെ മീനുകളോടും പക്ഷിജാലവർക്ക് ബന്ധങ്ങളോടുമൊക്കെ സുവിശേഷം പ്രഘോഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് യേശു ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരോടും അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ സുവിശേഷ പ്രഘോഷണ രീതി എന്തായിരുന്നു? അവൻ പറഞ്ഞു, എന്നാൽ മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യേശുവിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. സുവിശേഷം, ദൈവരാജ്യത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ, അങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തുവാനാണ് ഉത്തരവാദിത്തോടെയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത്. മാമോദിസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതും നമുക്ക് നൽകിയിരിക്കുന്ന ഏക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും മാമോദിസ സ്വീകരിച്ചത് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 20:21 പറയുവാൻ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കപ്പെട്ടിരിക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരെയും മാമോദിസായിലൂടെ സഭയിൽ അംഗമായത് വഴി, യേശുവിന്റെ ആ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീർന്നത് വഴി
അവിടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് യേശു ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുവാൻ, യേശുവിന് വേണ്ടി സാക്ഷിയായി തീരുവാൻ എന്നുള്ളത്. ആദിമസഭ, മിഷണറി സഭയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിനാൽ അയക്കപ്പെട്ടവരാണ്. യേശുവിന്റെ ഈ അയക്കപ്പെടൽ സ്വീകരിച്ചുകൊണ്ട് യേശു നൽകിയ ദൗത്യം അവർ പൂർണ്ണമായിട്ടും നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ്, പന്തക്കുസ്തായില് ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരികയും അങ്ങനെ ആത്മാവിന്റെ ശക്തി നിറഞ്ഞുകൊണ്ട് അവര് യേശുവിന്റെ ആഹ്വാനം സ്വീകരിച്ച് അവർ ദൗത്യം നിർവഹിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ ഒരു ധ്യാനത്തിലൂടെ കടന്നു വന്ന് ജീവിതത്തിലൂടെയൊക്കെയാണ് ഈ നവീകരണ രംഗത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം പിന്നീട് പല ധ്യാനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നു. അപ്പൊ ജീവിത അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ട്രെയിനിങ്ങിലൊക്കെ ഇതുപോലെ ഒരു ധ്യാനവും ഈ കരിക്വ കോഴ്സും ഇങ്ങനെ ഈ കോഴ്സുകൾ, ഈ 7 നിത്യസത്യങ്ങളെ കുറിച്ചുള്ള കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് എല്ലാം ഒരു ഫിസിക്കൽ കോഴ്സ് ആയിരുന്നു. അത് ഇങ്ങനെ ഓൺലൈനിലൂടെ അല്ലായിരുന്നു ഫിസിക്കൽ കോഴ്സ്, 6 ദിവസത്തെ കോഴ്സ്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട്, ഈ നിത്യസത്യങ്ങൾ പറയുവാനായിട്ട് ഞങ്ങളെ അയക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട് അവര് പകരം ദീപങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളെ അയക്കുകയാണ് ബസ് സ്റ്റാൻഡിലും വീടുകളിലും ആശുപത്രികളിലും ഒക്കെ. അപ്പൊ ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ യേശുവിനെ കുറിച്ച് പറയാൻ, ഈ ഞങ്ങൾ കേട്ട ഈ നിത്യസത്യങ്ങൾ പറയുവാനായിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊക്കെ വളരെയേറെ അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താവും. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവരോടും തന്നെ യേശുവിനെ കുറിച്ച് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ഞങ്ങളല്ല പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് അവിടെ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള കഴിവോ ഞങ്ങൾക്ക് അതിനുള്ള പലതരത്തിലുള്ള ആളുകളാണെങ്കിൽ കൂടിയും ഉണ്ടായിരുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. ആദിമസഭയുടെ ജീവിതം നമുക്ക് നോക്കിയാൽ അറിയാം. ഇങ്ങനെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതിന് ശേഷം അവരവിടെ ചിതറിക്കപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് അവിടെ പിന്നെ സുഖകരമായ അനുഭവം ആയിരുന്നില്ല അവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ പേരിൽ പീഡനങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോൾ അവർ നാനാ സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം ആത്മനിറവോടെ വചനം പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളായ നമ്മെ സംബന്ധിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ലോകത്തിന്റെ സുവിശേഷവൽക്കരണം, ഏഷ്യയുടെ സുവിശേഷവൽക്കരണം നമ്മൾ മലയാളികളുടെ കൈകളിലാണ് എത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ലോകത്തിന്റെ സുവിശേഷവൽക്കരണം മലയാളികളുടെ കൈകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ഞാനൊരു വാട്സപ്പ് ക്ലിപ്പിങ്ങിലൂടെ വായിച്ചപ്പോൾ എനിക്ക് വായിച്ച് മനസ്സിലാക്കിയതാണ്, 195-ലധികം രാജ്യങ്ങൾ ഉള്ളതില് 182 രാജ്യങ്ങളിലും മലയാളികളുണ്ട്. എല്ലാ സ്ഥലത്തും മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും നാനാ സ്ഥലങ്ങളിലേക്കും ജോലിക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് പോകുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ആത്മനിറവോടെ. പ്രത്യേകിച്ച് ജീസസ് യൂത്തും മറ്റുള്ള കൂട്ടായ്മകളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ജീസസ് യൂത്ത് ഇന്ന് ലോകത്ത് മുഴുവനും പല രാജ്യങ്ങളിലും 20-ലധികം രാജ്യങ്ങളിൽ ജീസസ് യൂത്തിന്റെ കൂട്ടായ്മകളുണ്ട്. ഈ നേഴ്സിംഗ് പഠിച്ച് ഇവിടെ ജീസസ് യൂത്ത് അനുഭവത്തിലൂടെ കടന്നു വന്ന നേഴ്സിംഗ് സ്റ്റുഡൻസ് അവര് നേഴ്സിംഗിന് വേണ്ടി ചെന്ന സ്ഥലങ്ങളിലെല്ലാം, സൗദി അറേബ്യയിൽ അവിടെ ചെറിയ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി അങ്ങനെ അവിടെയുള്ള യുവജനങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ആ ദൗത്യമാണ് ക്രിസ്ത്യാനികളായ നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷിതയായ സഭ തന്നെ പ്രേക്ഷിതയാണ്, ഒരു പ്രേക്ഷിതയായ സഭയാണ്. മാമോദിസ വഴി സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്നുണ്ട്. ഈ ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം തൈലാഭിഷേകത്തിലൂടെ, സ്ഥൈലലേപനത്തിലൂടെ അതിനുള്ള ധൈര്യവും കൃപയും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സഭയുടെ എല്ലാ സമ്പത്തും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനകളും യേശുവിന്റെ രക്തത്തിന്റെ വിലയും കൈവപ്പ് അധികാരവും എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ മാത്രം മതി, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ആ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ആൽമായരുടെ ഡിഗ്രിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ട മഹത്തായ ചുമതല
എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് മാമോദിസായിലൂടെ സഭയിൽ അംഗമായ എല്ലാവർക്കും ഈ ഉത്തരവാദിത്തം, അധ്വാനിക്കേണ്ട ഉത്തരവാദിത്തം. നമ്മൾ അലസരായിട്ട് ഇരിക്കേണ്ടവരല്ല, മറിച്ച് അധ്വാനിക്കണം. ഞാൻ വഴി ഒരു വ്യക്തിയെങ്കിലും ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമാണ്. അപ്പോ ആ അധ്വാനിക്കേണ്ട ചുമതല, അലസരായിട്ടിരിക്കാതെ അധ്വാനിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഈ രഹസ്യം എല്ലാ വിശ്വാസികളും പോലെ എല്ലാ അലമായരും എല്ലാ ലോകം മുഴുവനും അറിയണം. രക്ഷയുടെ ഈ രഹസ്യം അറിയുകയും സ്വീകരിക്കുന്നതിനും വ്യക്തിപരമായി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടായ്മയായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ ജോലി സ്ഥലത്തായാലും പഠന സ്ഥലത്തായാലും വീട്ടിലായാലും, വീട്ടമ്മയായാലും ആ വീട്ടമ്മയ്ക്കും വീട്ടിലായിരുന്നത് കൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ വ്യക്തികളായിട്ടും സംഘങ്ങളായിട്ടും ചേർന്ന് പ്രഘോഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ കോഴ്സ് നടത്തുന്ന പ്ലാറ്റ്ഫോം ഹോളി ഹോം മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഒന്നിപ്പിച്ച് ചേർത്തിരിക്കുന്നത്. ഞാൻ ഈ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് മിഷന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. ഒറീസയിലും പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ. ഇങ്ങനെയൊക്കെ കടന്നു ചെല്ലുമ്പം അവിടെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെയൊക്കെ ആദ്യ നൂറ്റാണ്ടുകളിൽ ആദ്യ നാളുകളിലൊക്കെ അവിടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത വിശുദ്ധരായ വൈദികർ കടന്നു ചെന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ വിശ്വാസത്തിലെ നിലനിർത്താൻ തക്ക തരത്തിലുള്ള ഒരു പഠനമോ ഒരു കാര്യങ്ങളോ നടത്താനായിട്ട് അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് നമ്മളെപ്പോലുള്ള വ്യക്തികളുടെ സന്ദർശനവും പ്രാർത്ഥനയും നിരന്തരമായ പ്രയത്നവും സഹായങ്ങളും എല്ലാം അവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഉത്തരവാദിത്വവും കടമയും നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദിസായുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നു. അവർക്കുള്ള സ്ഥാനം നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും, ഞാൻ സഭയിലും വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ വലിയ ആളൊന്നുമല്ല, എനിക്ക് വലിയ അതിനുള്ള പരിശീലനം ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് വിചാരം ഉണ്ടാകുമെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനം എന്നുള്ളത് വചനത്തിന്റെ ശക്തിയാണ്. ദൈവവചനത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിശീലന പടിപടിയായിട്ട് ഈ തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളും പരിശീലനങ്ങളെല്ലാം നമ്മൾ ഈ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പരിശീലനത്തിന്റെ അളവ് എന്ത് തന്നെയായിരുന്നാലും എല്ലാവരും സുവിശേഷ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സുവിശേഷ പ്രവർത്തകരാണ്. നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമ ഉണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഭയം കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ ഒന്നും സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാല് ഒരുപക്ഷെ ദൈവം വേറെ ഏതെങ്കിലും വഴികളൊക്കെ തിരഞ്ഞെടുക്കാമായിരിക്കാം. ജെറമ്യായുടെ പ്രവചനത്തിൽ നമ്മൾ ഒരു വചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ കൽപ്പിക്കുന്നതൊക്കെ നീ അവരോട് പറയണം, നീ പറയാതിരുന്നാൽ അവരുടെ മുമ്പിൽ നിന്നെ പരിഭ്രാന്തനാക്കും എന്നുള്ളതാണ്. ജെറമ്യാട് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വിവാഹത്തിന് മുമ്പ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകരായി നിന്നെ നിയോഗിച്ചു. അപ്പൊ നമ്മൾ ഓരോരുത്തർ മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് ജനതകൾക്ക് പ്രവാചകരായി നിയോഗിച്ചതാണ്. അത് മാമോദിസായിലൂടെ ഉറപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ ഇത് പറയുന്നുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പദവി മേന്മകളിൽ നിന്നുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ വാക്ക് കേട്ടപ്പോൾ ഈ വാക്കുമൊക്കെ എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ നവീകരണ രംഗത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. എന്ന് വെച്ചാല് ജീസ് യൂത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നു, ഹോളി ഹോം മിഷന്റെ ഭാഗമായി മിനിസ്ട്രിയിലൂടെ കടന്നു വന്നും ഞങ്ങൾ മിഷന് പോകും. പലതരം പ്രാർത്ഥന കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു, ഇടവക പ്രാർത്ഥന കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. എനിക്ക് സാധ്യമായ എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളും ഉണ്ടാകുമായിരുന്നു. അത് ചേട്ടന്മാരുടെ കൂടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ യൂത്തിന്റെ കൂടെ, കുട്ടികളുടെ കൂടെ, എല്ലാവരുടെയും കൂടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കും. അങ്ങനെ സുവിശേഷം എവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കടന്നു ചെല്ലുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഒരു താന്നിപ്പുഴ കാലടി താന്നിപ്പുഴ ആശ്രമത്തിലെ MCBC ആശ്രമത്തിലെ ചേട്ടന്മാരുടെ കൂട്ടായ്മ കൊടുക്കുമായിരുന്നു. 34 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ മഴയത്താണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അവരും അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. രാത്രി 11 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കും, 11-12 മണി വരെയൊക്കെ. അങ്ങനെ വെള്ളിയാഴ്ചകളിലൊക്കെ അങ്ങനെ കൂട്ടായ്മകളിലൊക്കെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യങ്ങളിൽ. അതുപോലെ ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ പിന്നീട് ഇതെന്റെ ഒരു ഉത്തരവാദിത്വവും കടമയാണെന്നും ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ലെന്നും കർശനമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ
ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡുകളിലോ എവിടെയെങ്കിലും പോയി നിൽക്കും. അവർ പോയി നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പറയും, നമ്മൾ കേട്ട കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കേട്ട ആ കാര്യങ്ങൾ പറയും. ദൈവം തന്നെ വ്യക്തിപരമായും വ്യവസ്ഥകൾ കൂടാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്ന് പറയും. ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും അതിന് കഴിയാത്തത് നമ്മുടെയും ലോകം മുഴുവനെയും ഒക്കെ പാപാവസ്ഥയാണെന്നും അങ്ങനെ എന്നാൽ ഇതിന് സാധ്യമാകുന്നത് പാപാവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിട്ടാണ് യേശുക്രിസ്തു രക്ഷകനായിട്ട് വന്നതെന്ന്, യേശു നമ്മെ രക്ഷിച്ച് കഴിഞ്ഞതാണെന്നും ഒക്കെ പറയും. പലപ്പോഴും എന്റെ മനസ്സിൽ ആദ്യമൊക്കെ ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ, ചിലപ്പോൾ മുസ്ലിങ്ങളോട് പോലും ഒക്കെ ഈ സുവിശേഷം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ഇതാണ്. ഞാനിത് പറയുന്ന സമയത്ത് ആദ്യം പെട്ടെന്ന് അവരൊന്നും ശ്രദ്ധിച്ചില്ലേ എങ്കിൽ കൂടെയും പിന്നീട് ഇവർ ഇതിന് കാതോർക്കുകയും എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനായിട്ട് അവർ മനസ്സ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചില സമയങ്ങളിൽ അവർക്ക് വേണ്ടി അവര് തിരക്കിട്ട് ബസ് കയറാൻ നിൽക്കുന്നതാണെങ്കിലും അവസാനം അവർ പോകുമ്പോൾ സമയത്ത് ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ മിഷൻ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഒത്തിരിയേറെ അനുഭവങ്ങൾ, നമ്മൾ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, വചനങ്ങൾ അറിയാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അറിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ മാത്രം പറ്റുകയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നീന്തലിന്റെ തിയറി എല്ലാം പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാതിരുന്നാൽ നമുക്ക് നീന്താനായിട്ട് സാധിക്കുകയില്ല. ഒരു വെള്ളപ്പൊക്കം വന്നാൽ തിയറി പഠിച്ച് മാത്രം ഇരുന്ന വ്യക്തി തീർച്ചയായിട്ടും മുങ്ങി മരിക്കാനായിട്ട് സാധ്യതകളുണ്ട്. കാരണം അവൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പൊ ആ ഒരു വചനമാണ്, ആ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 1 കൊറിന്ത്യർ 9:16 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ. കാരണം ദുരിതം എന്താണ്? ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ നീന്തലിന്റെ തിയറി പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന വ്യക്തികളെ പോലെയാണ്. വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്ന വ്യക്തികളെ പോലെയാണ്. അങ്ങനെ ഇരുന്നാൽ നമുക്ക് ദുരിതമാണ്. ആ ദുരിതം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് പല വ്യക്തികളും. എന്തുകൊണ്ടാണ് ഓരോ അസ്വസ്ഥതകളും ദുരിതങ്ങളും നമ്മൾ വേട്ടയാടുന്നത്? ഇന്ന് ലോകത്തിന്റെ ദുരിതം എന്താണ്? സുവിശേഷം അറിയാത്തത് കൊണ്ടാണ്. സുവിശേഷം അറിയാത്തത് കൊണ്ട് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ എന്നെയും എന്റെ പിതാവിനെയും അറിയാത്തത് കൊണ്ട് ഇതിലധികവും ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദുരിതം അനുഭവിക്കുന്നത് ലോകം മുഴുവനും ദുരിതത്തിലായതുകൊണ്ട് കാരണം എന്താണ്? ഞാൻ തന്നെയാണ്. ഞാൻ എന്നൊരു വ്യക്തിയാണ്. ഞാൻ സുവിശേഷം ജീവിക്കുന്നില്ല, അത് ഫലപ്രദമായി പങ്കുവെക്കുന്നില്ല. എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, എന്റെ ജോലി സ്ഥലങ്ങളില്, എന്റെ കുടുംബത്തില്, എന്റെ ഇടവകയില്, ഞാനായിരിക്കുന്ന മേഖലകളിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് രീതി എന്താകണോ ആ രീതി എല്ലാം ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതാണ്. വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എനിക്ക് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വിചാരം കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ച വ്യക്തിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു സ്ഥലത്തും ആരോടും സുവിശേഷം പറയാനായിട്ട് പോയില്ല. എന്നാൽ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലിടുമ്പോൾ പറയും, ഇതൊരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊറോണയുടെ സമയത്ത് ഞാൻ ഷിവചേട്ടനും ജനിയും ഇവരൊക്കെ കൂടി ഞങ്ങള് ഒരു വരുമാനവും ഇല്ല, ഒന്നുമില്ല, ഒരു കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സമയത്തും ഞങ്ങള് ഓൾവിൻ ചേട്ടൻ നമ്മുടെ ഇടയ്ക്കൊക്കെ വന്ന് പാട്ട് പാടുന്ന ഓൾവിൻ ചേട്ടൻ, അന്ന് കാറ്ററിംഗ് ആണ് പുള്ളിക്ക്. അപ്പൊ കാറ്ററിംഗ് ഒക്കെ നിർത്തി പുള്ളി സുവിശേഷ പ്രഘോഷണം കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങള് ഒന്ന് ആലോചിച്ച് നമുക്കൊരു കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാം. പുള്ളിയുടെ അടുത്ത് കാറ്ററിംഗിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ കാറ്ററിംഗ് തുടങ്ങാന്ന് വെച്ച് ഞങ്ങള് ഇങ്ങനെ ഒരു കാറ്ററിംഗ് തുടങ്ങി. 1-2 വർക്കൊക്കെ വന്നു. അപ്പൊ ഒരു വർക്ക് വന്ന സമയത്ത് ഇതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ബിരിയാണി റെഡി ആക്കുന്ന സമയത്താണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യം ബിരിയാണി അരി കുതിർത്താൻ വെച്ചു. കുതിർത്താൻ വെച്ചാൽ അരി കഴുകി ചെമ്പിലേക്ക് ഇടണം. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം ഇതായിരുന്നു, ഈ അരി കുതിർത്താൻ വെക്കുമ്പോൾ അനേകം ആത്മാക്കൾ, ഈ അരിയുടെ എത്ര എണ്ണമുണ്ടോ അത്രയും ആത്മാക്കള്, അത്രയും ആത്മാക്കള് കർത്താവെ അവരുടെ പാപാവസ്ഥയിൽ നിന്നും അവരെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവരെ രക്ഷിക്കണമേ, അവർ വിശുദ്ധീകരിക്കണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന ഉള്ളിൽ അറിയാതെ വന്നു. അതോടൊപ്പം തന്നെ അരി കഴുകിയ സമയത്ത് അവരുടെ ആത്മാക്കൾ ഈ പാപക്കറകൾ കഴുകിക്കളയണം എന്നുള്ള ഒരു ചിന്തയോടെ അത് ചെയ്തു. അത് അരി അടപ്പത്തിട്ടപ്പോൾ ഇത് വെന്ത് അനേകർക്ക് ഭക്ഷണമായി മാറുമ്പോൾ അവരുടെ ആ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നത് പോലെ ഈ ഇത്രയും അരി എണ്ണത്തിനനുസരിച്ചുള്ള ആത്മാക്കള്
അവര് ലോകത്തിന്റെ സുവിശേഷകരായി മാറട്ടെ, ലോകത്തിന്റെ നന്മ ചെയ്യുന്നവരായി മാറട്ടെ ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. അത് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ച് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ തന്നെ പ്രാർത്ഥിച്ചിട്ട് അരി കഴുകിയിട്ടു. എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം മുഴുവനും എന്തോ ഒരു സന്തോഷത്തിന്റെ ഒരു ആനന്ദത്തിൽ ഞാൻ നിറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സുവിശേഷത്തിന് വേണ്ടി കാഴ്ചവെക്കണം. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം. അങ്ങനെ നമുക്ക് സുവിശേഷ പ്രവർത്തകരായി മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം, സമ്പത്ത്, നമുക്കുള്ള അധികാരങ്ങൾ, നമ്മുടെ കഴിവുകള്, നമുക്ക് എന്തെല്ലാം കഴിവുകൾ, ഒത്തിരിയേറെ കഴിവുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കഴിവുകളൊക്കെ ദൈവത്തിന് വേണ്ടി ഇനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഴിവുകൾ നൽകിയിരിക്കുന്നത്. അതൊക്കെ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് മനുഷ്യന് ഒരിക്കലും എപ്പോഴും തനിക്ക് തന്നെ തന്റെ ജീവിതത്തിന് തന്നെ ഇങ്ങനെ കിട്ടാനായിട്ട് ഇങ്ങനെ ആകുലപ്പെട്ട് നടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരെയും സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് വിളിയും ദൗത്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മെ ഭാരമേൽപ്പിച്ചപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇത്. സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം എന്നുള്ളതാണ് നമുക്ക് പൗലോസ്ലീഹായോട് നമ്മൾ പറയുന്നത്. ഞാൻ ദുരിതത്തിലായാൽ എൻ്റെ കുടുംബം ദുരിതത്തിലാകും. എൻ്റെ ചുറ്റുപാട് കുടുംബം ദുരിതത്തിലായാൽ എൻ്റെ അയൽപക്കങ്ങൾ ദുരിതത്തിലാകും. എൻ്റെ അയൽപക്കങ്ങൾ ദുരിതത്തിലായാൽ എൻ്റെ ഇടവക, എൻ്റെ സമൂഹം മുഴുവനും ദുരിതത്തിലാവും. അങ്ങനെ എൻ്റെ സമൂഹം മുഴുവൻ ദുരിതത്തിലാകും എന്നുള്ളതാണ്. ഞാൻ എന്നൊരു വ്യക്തി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബവും സുവിശേഷത്തിലേക്ക് കടന്നു വരും. എൻ്റെ ഇടവക സുവിശേഷത്തിലേക്ക് കടന്നു വരും. എൻ്റെ മറ്റുള്ളവർ ചുറ്റുപാടുകൾ എല്ലാം സുവിശേഷത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അങ്ങനെ സുവിശേഷ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സുവിശേഷ പ്രഘോഷണം നടക്കണമെന്നുള്ളതാണ്. ഒരു ആത്മാവിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആയുസ്സിൽ രേഖപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ പറയാനുള്ളത്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് സാധ്യമായ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും രക്ഷഭാഗ്യം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കഴിഞ്ഞു വന്ന നിത്യസത്യങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മെ വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആഴമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് കഴിയാതെ വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ലോകം മുഴുവന്റെയും പാവാവസ്ഥയാണ്. എന്നാൽ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളെല്ലാം ഏറ്റെടുത്ത് വീട്ടി നമ്മെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. ഈ രക്ഷ സ്വന്തമാക്കുവാൻ യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ രക്ഷകരും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അവിടുത്തെ മാനസാന്തരപ്പെട്ട് പൂർണ്ണമായും സമർപ്പണം നടത്തും. അങ്ങനെ ഈ രക്ഷ സ്വന്തമാക്കുന്നത് വഴി അവിടെ നൽകുന്ന സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം. ഇങ്ങനെ ആഗ്രഹത്തോടെ ദാഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ആത്മാവ് നമ്മെ കൂട്ടായ്മ അനുഭവത്തിലേക്ക് നയിക്കും. ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഐക്യപ്പെട്ടവരായി മാറുകയാണ്. സഭയാകുന്ന കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷകരായി നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഐക്യപ്പെട്ടവരായി മാറുന്നു. അങ്ങനെ സുവിശേഷ പ്രഘോഷകരായി യേശു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ലോകം മുഴുവനും ദൈവത്തിന്റെ രാജ്യം സംസ്ഥാപിതമാകുവാൻ, സ്വർഗ സൗഭാഗ്യം കടന്നു വരുവാൻ, നിത്യജീവൻ നേടുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.